ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർഷാദ്. എല്ലാവർക്കും ഹെയർ ട്രാൻസ്പ്ലാന്റ് ഗൈഡ് എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയുന്നുണ്ടായിരിക്കും. ഡെർമാ റോളർ. എന്താണ് ഡെർമാ റോളർ, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡെർമാ റോളർ. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ ഞാൻ അപ്ലൈ ചെയ്യണം. എന്നാലും ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഡെർമാ റോളർ. ഇത് ZGTSന്റെ ആണ്. ZGTSന്റെ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പൊ ഇതൊന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ഡെർമാ റോളർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഇതിൽ ഒരുപാട് നീഡിൽസ് ഉണ്ട്, മൈക്രോ നീഡിൽസ് ഉണ്ട്. ഈ ബോക്സിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരിക്കും എത്ര നീഡിൽസ് ഉണ്ട്. സാധാരണ ഒരു 190, 200 അത്രയൊക്കെ നീഡിൽസ് ആണ് ഇതിന് നോർമലായിട്ട് വരുന്നത്. ഇതിന്റെ നീഡിൽസിന്റെ സൈസ് പല രീതിയിലാണ് വരുന്നത്. അതായത് 0.2 വരുന്നുണ്ട്, 0.3 വരുന്നുണ്ട്, 0.5 വരുന്നുണ്ട്, 1 mm വരുന്നുണ്ട്, 2 mm വരുന്നുണ്ട്, 1.5 mm വരുന്നുണ്ട്. ഇത് 1 mm ആണ്. സാധാരണ 0.2, 0.3 എല്ലാം ഫേസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ആളുകൾ വാങ്ങിക്കുന്നത്. ഇത് ഞാൻ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ 1 mm ആണ് വാങ്ങിച്ചുള്ളത്. ഇത് നോർമലായിട്ട് നമുക്ക് തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഡെർമാ റോളർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് മൈക്രോ നീഡിൽസുകളുണ്ട്. ഇതിൽ 190 നീഡിൽസ് ആണെന്ന് സംശയമുണ്ട്. കാരണം ഈ ബോക്സിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ഫിംഗർ ഈ ഒരു സ്പേസിൽ വെച്ചിട്ട് വേണം നമ്മളിത് റോൾ ചെയ്യാൻ. നമ്മൾ മുടി ട്രിം ചെയ്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഏത് ഡയറക്ഷനിൽ വേണമെന്നുണ്ടെങ്കിലും റോൾ ചെയ്യാം. അതായത് ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് റോൾ ചെയ്യാം. പക്ഷെ നമ്മൾ മുടി വളർന്ന ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഇത് പല രീതിയിലും റോൾ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഇതിൽ കുടുങ്ങി ഈ മുടി പൊട്ടിപ്പോകും. അപ്പൊ അങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുടി 2 സൈഡിലേക്ക് വകഞ്ഞു മാറ്റിയതിന് ശേഷം ഈ റോള് കൊണ്ട് അങ്ങോട്ടും അതേപോലെ റിവേഴ്സും ഇങ്ങനെയാണ് ഇത് റോൾ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കണം, റോൾ ചെയ്ത ആ ഒരു ട്രാക്കിൽ റിവേഴ്സ് അല്ലാതെ ഒരിക്കലും 2-3 തവണ നമ്മളിത് യൂസ് ചെയ്യരുത്. അങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് അവിടുത്തെ സ്കിന്നിൽ ഡാമേജ് ആവും. അപ്പൊ ചിലപ്പോൾ ബ്ലീഡിങ് വരും. ബ്ലീഡിങ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നല്ല രീതിയിൽ നമ്മുടെ ഹെഡ് വാഷ് ചെയ്തതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ. അതായത് ഷാമ്പു ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം, മുടി ഡ്രൈ ആയതിനു ശേഷം, അതായത് നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയതിനു ശേഷം വേണം ഇത് യൂസ് ചെയ്യാൻ. ഇത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളുകൾക്കും യൂസ് ചെയ്യാം. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 മാസത്തിന് ശേഷം വേണം ഇത് യൂസ് ചെയ്യാൻ. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെല്ലാം ഇത് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് വരും. ഹെയർ തിന്നിങ് ആയിട്ടുള്ള ഹെയർ എല്ലാം തിക്കായിട്ട് വരും. അതുപോലെ തന്നെ റൂട്ട് ഉണ്ടെങ്കിൽ, നമ്മുടെ സ്കാൽപ്പിൽ റൂട്ട് ഉണ്ടെങ്കിൽ, അതായത് ഗ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മുടി മുളച്ചു വരും. ആ ഒരു കാര്യം മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. സാധാരണ PRP ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ ആ ഒരു റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധാരണ ഈ ഡെർമാ റോളർ പല ആളുകളും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ പിടിച്ച് ഇത് ഉപയോഗിക്കരുത്. ഇത് ഇവിടെ ഈ ഒരു സ്പോട്ട് കാണുന്നുണ്ട്. ഈ ഒരു സ്പോട്ടിൽ നമ്മൾ ഫിംഗർ വെച്ചിട്ട് വേണം നമ്മൾ ഇത് റോൾ ചെയ്യാൻ. അപ്പൊ അങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഇതിലേക്ക് പ്രഷർ വരും. അതുപോലെ തന്നെ ഈസി ആയിട്ട് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് നമുക്കത് റോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരിക്കലും ഇത് അമിതമായിട്ട് പ്രസ് ചെയ്തിട്ട് ഉപയോഗിക്കരുത്. അപ്പൊ അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലീഡിങ് കൂടുതലായിട്ട് വരും. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് യൂസ് ചെയ്തതിന് ശേഷമുള്ള വാഷിംഗ് ആണ്. ഇത് സാധാരണ നമ്മൾ ടാപ്പിൽ റണ്ണിങ് വാട്ടറിൽ വേണം ഇത് വാഷ് ചെയ്യാൻ. ഇത് വാഷ് ചെയ്തതിന് ശേഷം സ്പിരിറ്റ് വെച്ചോ ഡെറ്റോൾ വെച്ചോ നമ്മളിത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ഈ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഇതൊരിക്കലും താഴെ വീഴരുത്. താഴെ വീണ് കഴിഞ്ഞാൽ ഇതിന്റെ നീഡിൽ ഏതെങ്കിലും ബെൻഡാവും. ബെൻഡായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് അത് സ്കാൽപ്പിൽ മുറിവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഹൈജീനിക് അല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നിങ്ങളിത് സൂക്ഷിച്ചു വെക്കരുത്. പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. അതായത് ഒരിക്കൽ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത് ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാൻ. പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആളുകൾ, അത് നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പിമ്പിൾസോ കാര്യങ്ങളോ അല്ലെങ്കിൽ മുറിവോ കാര്യങ്ങളോ ഉള്ള ആളുകളൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത്. അപ്പൊ ഇത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഡോക്ടറുടെ അഡ്വൈസ് സ്വീകരിച്ച് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരാൾ യൂസ് ചെയ്ത ഡെർമാ റോളർ ഒരിക്കലും മറ്റൊരാൾ യൂസ് ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഓരോ ആളുകളും യൂസ് ചെയ്യേണ്ട ഓരോ പ്രൊഡക്റ്റ് ആണ്. ഒരാൾ യൂസ് ചെയ്ത ഇത് മൈക്രോ നീഡിലാണ്, നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇറങ്ങി ചെല്ലുന്ന നീഡിലാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾ യൂസ് ചെയ്തത് മറ്റൊരാൾക്ക് ഒരിക്കലും കൈമാറാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരാൾ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഇത് ഒരു പ്രൊഡക്റ്റ് ഒരു 2-3 മാസം നമുക്ക് മാക്സിമം ഉപയോഗിക്കാം. അതിൽ കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഷാർപ്നെസ് പോകാൻ സാധ്യതയുണ്ട്. അതായത് ഈ നീഡിന്റെ ഷാർപ്നെസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് റോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യും. കാരണം ഇതിന്റെ ഷാർപ്നെസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പെയിൻ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ പെയിൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ ആളുകളുടെയും ഓരോ രീതിയിലാണ് സ്കിൻ. ചില ആളുകൾക്ക് സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും, ചില ആളുകൾക്ക് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും. അപ്പോൾ ഓരോ ആളുകൾക്കും സ്യൂട്ട് ആയിട്ടുള്ള നീഡിൽ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ചില ആളുകൾക്ക് 0.5 mm ആയിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ചില ആളുകൾക്ക് 1 mm ആയിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന്റെ ചെറിയൊരു ഡയറക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആഴ്ചയിൽ 1-2 തവണയാണ് യൂസ് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും ഒരിക്കലും യൂസ് ചെയ്യരുത്. ഞാൻ വാങ്ങിച്ചത് ZGTSന്റെ ഡെർമാ റോളറാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ക്ലിനിക്കിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് ഓൺലൈനിലെല്ലാം അവൈലബിൾ ആണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം ഇത് അവൈലബിൾ ആണ്. അപ്പൊ താഴെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. സാധാരണ ഇതിൽ റേറ്റ് വരുന്നത് 500 സംതിങ് ആണ്. അപ്പൊ ഈ ഒരു ഡെർമാ റോളറിനെ പരിചയപ്പെടുത്താനും എങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്തത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.